അത് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ആലോചനയിലും തീരുമാനത്തിലും അതിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡൻ്റായിട്ട് ഇരിങ്ങാലക്കുട രൂപതയുടെ അധ്യക്ഷൻ അഭിവന്യ പോളി കണ്ണുക്കാടൻ പിതാവ്, സെക്രട്ടറി ജനറലായിട്ട് അഭിവന്യ കണ്ണൂർ രൂപത അധ്യക്ഷൻ അലക്സ് വടക്കന്തല പിതാവ്, ഇവരെയാണ് തിരഞ്ഞെടുത്തിരിക്കുക. ബഹുമാന്യനായ ജേക്കബ് പാലക്കപ്പള്ളി അച്ഛൻ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലായിട്ട് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ തുടരും. അപ്പോൾ ഇതൊരു ആലോചനയിലും പരസ്പര ധാരണയിലും സമൂഹത്തോടുള്ള ബന്ധത്തിലും നിർവഹിക്കുന്ന ശുശ്രൂഷയായതുകൊണ്ട് ഒരാളുടെ മാത്രം ശുശ്രൂഷയല്ല. ഒരാൾ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നു, എല്ലാവരും ആലോചനയിൽ ആ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് അതേക്കുറിച്ച് ഒരു സഭയുടെ പൊതുവായ ആലോചനയിലുള്ള കാര്യങ്ങളാണ് മുമ്പോട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുകയും അതിനെ സമർപ്പിക്കുകയും ചെയ്യും. വിഴിഞ്ഞത്തെ പ്രശ്നമെന്നുള്ളത് അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അനുഭവിച്ച കെടുതികളാണ്. ആ കെടുതികൾക്ക് സഭയായി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് പലപ്പോഴും സമൂഹത്തിലെ പല ആളുകളും, രാഷ്ട്രീയക്കാരും സാമൂഹിക പ്രവർത്തകരും സഭാംഗങ്ങളുമായിട്ടുള്ള പൊതുസമൂഹത്തിലെ ആളുകൾ പലപ്പോഴും ചോദിക്കുമായിരുന്നു. എന്നാൽ വളരെ നിങ്ങൾക്കറിയാവുന്നതുപോലെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ അത് ഇടപെടേണ്ട ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദമുണ്ട് എല്ലാം. എന്നാൽ അത് സർക്കാരിനോടും നമ്മളുടെ സമരം ചെയ്യുന്ന നമ്മളുടെ മത്സ്യത്തൊഴിലാളികളോടും ലത്തീൻ അതിരൂപതയോടും ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നതിനും അവരത് സ്വീകരിക്കുന്നതിനുമെല്ലാം കാണിച്ച ഒരു മനസ്സ്, പ്രത്യേകിച്ച് നമ്മുടെ വിഴിഞ്ഞം പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ എല്ലാ വിഷയങ്ങളും ഒരേ നിലയിൽ പരിഹരിക്കപ്പെടുന്നു എന്നതിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളിലെ ഒരു സമവായത്തിലേക്ക് വരിക, സർക്കാർ അതിന് ഒരു അംഗീകാരം നൽകുക, കൂടുതൽ നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവാന്മാരാവുക, ഈ വിഷയങ്ങളിലുണ്ടായ ഒരു മുന്നേറ്റമാണ് നമുക്കതിനൊരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് സാധിച്ചത്. അതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളിലും ഇതുപോലെ പൊതുവായ ഒരു ബന്ധവും സമീപനവും നമ്മെ ഏറെ സഹായിക്കും എന്നാണ് എൻ്റെ പ്രത്യാശ. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എപ്പോഴും ഉണ്ടാകണം എന്നതുകൂടി ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു.